ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ നാരോ പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് ഒന്ന് നമ്മൾ അളവെടുക്കാനും രണ്ടാമത് നമ്മൾ അതിൻ്റെ കാൽക്കുലേഷനുമായിട്ട് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്നും ആദ്യം കണ്ട് നോക്കണേ. നമുക്ക് നാരോ പാൻറ്റ് 2 രീതിയിൽ കട്ട് ചെയ്യാം. ഒന്ന് പാൻറ്റിൻ്റെ ഫ്രണ്ട് സെപ്പറേറ്റും ബാക്ക് സെപ്പറേറ്റും ആയിട്ട് കട്ട് ചെയ്യാം. രണ്ടാമത് രണ്ടും ഒരുപോലെ, അതായത് ബാക്ക് ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ ഫ്രണ്ട് കട്ട് ചെയ്യുന്നൊരു മെത്തേഡുണ്ട്. ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടാതെ നമുക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടൊരു 2 മീറ്റർ ക്ലോത്ത് എങ്കിലും വേണം പാൻറ്റിന് വേണ്ടിയിട്ട്. ഈ ക്ലോത്ത് ശരിക്കും പറയുകയാണെങ്കിൽ 2 മീറ്റർ ഇല്ല. നമ്മൾ ഈ ചുരിദാർ സെറ്റ് മേടിക്കുമല്ലോ, ടോപ്പ് ബോട്ടം ഷോൾ വരുന്ന സെറ്റ്, അവത്തിൽ നിന്ന് കിട്ടിയൊരു മെറ്റീരിയലാണിത്. എന്ത് തന്നെയാണെങ്കിലും നമ്മൾ റോങ് സൈഡിൽ മുകളിൽ വരുന്ന പോലെ ക്ലോത്തിനെ 4 മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഏറ്റവും അരികുവശം കറക്റ്റല്ല, സ്ട്രെയിറ്റ് അല്ല. അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റായിട്ട് ഒരല്പം മുകളിലായിട്ട് മാർക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, ഞാനിത് കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്താണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മേ ബി ഒരല്പം ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തേക്കാം, അതായത് കുറച്ച് അറിയാമെന്നുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ലെങ്തിയാണ് എന്നും അല്ലെങ്കിൽ ലാഗ് അടിപ്പിക്കുന്നു അങ്ങനെയൊന്നും പറഞ്ഞ് കമൻറ്റ് ഇടരുത്. ഞാനിത് കംപ്ലീറ്റ്ലി ബിഗിനറിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് പാൻറ്റിൻ്റെ ഓപ്പൺ വരുന്നിടത്ത് സ്ലിറ്റ് വരുന്ന പോലെയാണ് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു 2.5 ഇഞ്ച് അളവിൽ മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യൽ തുമ്പായിട്ട് താഴെ വശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ 1/2 ഇഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റ് സൈഡൊന്ന് അടിക്കാനും, പോയിട്ടുള്ള 2 ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത് അടിക്കാനുമായിട്ടാണ്. അപ്പം നമ്മൾ അതിവിടെ വരച്ചെടുക്കുന്നുണ്ട്, ഏതാ 2.5 ഇഞ്ച് എന്നുള്ളത് ബോട്ടത്തിൻ്റെ ഓപ്പൺ വേണ്ടിയിട്ട്. ഇനി ഒരല്പം ശ്രദ്ധിച്ചേക്കണേ, ഞാനിവിടെ വേസ്റ്റിൽ എലാസ്റ്റിക് ഇട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പം ഞാൻ വേസ്റ്റിലേക്ക് എലാസ്റ്റിക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ബാൻഡ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മളിവിടെ തയ്ക്കാൻ പോണത്. ചില റെഡിമെയ്ഡ്സിലൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, മുകൾ വശം മാത്രം സെപ്പറേറ്റ് ആ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെയാണ് നമ്മൾ തയ്ക്കാൻ പോണത്. അതിനൊരു റീസൺ ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം മടക്കിയെടുക്കുകയാണ് എന്ന് വിചാരിക്കുക, അതായത് പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്തിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള തയ്യൽ തുമ്പും ചേർത്ത് ഇതുപോലെ വേസ്റ്റിൻ്റെ ആ ഏരിയ നമ്മൾ മടക്കിയെടുക്കാനാണ് തീരുമാനിക്കുന്നതെന്നുണ്ടെങ്കിൽ തയ്ക്കുമ്പോൾ ഒരു പ്രശ്നം വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൻ്റെ ക്രോച്ചിൻ്റെ ഏരിയ കറക്റ്റായിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ പറ്റാതെ വരും. അത് എപ്പോഴേലും ഒരു വീഡിയോയിൽ ഞാൻ വേണേൽ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ മടക്കി അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും, പിന്നെ ബൾക്കിയായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ 2.5 ഇഞ്ചിലൊരു ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെ നിന്നും ടോട്ടൽ ലെങ്ത് എത്രയാണോ ആവശ്യം അവിടം വരേക്കും ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ബാൻഡിൻ്റെ വിഡ്ത്ത് ഒഴിവാക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 36 ഇഞ്ചാണല്ലോ. ബാൻഡിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ എലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് എനിക്ക് വരുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 1.5 ഇഞ്ച് നമ്മൾ 36 നിന്ന് കുറയ്ക്കണം. അപ്പോൾ 34.5 വരും. ഈ 34.5യുടെ കൂടെ നമ്മൾ എലാസ്റ്റിക് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ടും കൂടെ കൊടുക്കുക. അപ്പോൾ 34.5 + 1/2 = 35. അപ്പോൾ 35 വേണം നമ്മൾ ടോട്ടൽ ലെങ്ത് എന്നുള്ള പോലെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മുകളിലുള്ള തയ്യൽ തുമ്പ് ചേർത്തിട്ടാണ്, അതായത് ബാൻഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് ചേർത്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ 35 എന്നുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് ബാൻഡ് സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ താല്പര്യമില്ല, ഇതിൻ്റെ ഒപ്പം തന്നെ മടക്കി അടിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് എത്രയാണോ അതിൻ്റെ വിട്ട് നോക്കുക. ഇപ്പോൾ എൻ്റെ കേസിൽ അത് 1.5 ഇഞ്ചാണ്. അപ്പോൾ 36ൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആദ്യത്തെ 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്, 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് വെച്ച് ഇങ്ങനെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്,
അതിന് ശേഷം ആ എലാസ്റ്റിക് കവർ ചെയ്ത് വരണമല്ലോ, അപ്പോൾ അതേ അളവ് തന്നെ വരണം. അപ്പോൾ 1.5 ഇഞ്ച് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ 36ൻ്റെ കൂടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം നിങ്ങളങ്ങനെ, അങ്ങനെയാണ് നിങ്ങൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 1/2 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡോട്ട് പോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ, അതായത് ക്രോച്ചിൻ്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനിയാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ, അതായത് ക്രോച്ചിൻ്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത് വരുന്നത് 36 ഇഞ്ചാണ്. ഈ 36 ഇഞ്ചിലാണ് ഈ 13 ഇഞ്ച് ക്രോച്ചായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ടേപ്പ് 36 ഇഞ്ചിൽ പിടിക്കണം. ഓൾറെഡി നമ്മൾ 35 പിടിച്ചിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഒരു ഇഞ്ച് മുന്നോട്ട് ടേപ്പ് കയറ്റി വെച്ചിട്ട് 13 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ടാണ്? 36 ഇഞ്ചിലാണ് ഈ പറയുന്ന പോലെ 13 ഇഞ്ച് ക്രോച്ചിൻ്റെ ലെങ്ത് വരുന്നത്. നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ മാർക്ക് ചെയ്യാൻ ഇതാണ് കേട്ടോ എളുപ്പം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ 1.5 ഇഞ്ച് വേസ്റ്റിൻ്റെ ബെൽറ്റിന് വേണ്ടിയിട്ട് കുറയ്ക്കുന്നു. ആ 1.5 ഇഞ്ച് ഈ ക്രോച്ചിൻ്റെ ലെങ്തിലും കുറയ്ക്കുക. അപ്പോൾ 13.5 1.5 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 1.5 കുറച്ച് കഴിയുമ്പോഴത്തേനും 11.5 കിട്ടുമല്ലോ. ആ ഡോട്ട് പോലെ മാർക്ക് ചെയ്ത ആ മാർക്കിങ്ങിൽ നിന്ന് 11.5 താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് ക്രോച്ചിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ക്രോച്ചിൻ്റെ ലെങ്തായിട്ട് 13 മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ എൽ സ്കെയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈനൊക്കെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുമേ. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക. അതും അല്ലെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. മേ ബി ചിലപ്പോൾ നമ്മൾ ഈ കമൻറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേനും എത്ര കണ്ട് മനസ്സിലാവണം എന്ന് ഒരു ഡൗട്ടുണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് ക്രോച്ചിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത പോലെ ക്രോച്ചിൻ്റെ വിഡ്ത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്രോച്ച് വരച്ച ലൈനില്ലേ, 13 ഇഞ്ചിൽ നമ്മൾ വരച്ചിരിക്കുന്ന ലൈന്, അതിൽ നമ്മളിപ്പോൾ നമ്മുടെ വശം ഉണ്ടല്ലോ, ഫോൾഡ് ചെയ്തിരിക്കുന്ന വശം, അവിടെ നിന്നും ഒരു 3/4 ഇഞ്ച് മുന്നോട്ടേക്ക് മാറ്റി ആദ്യത്തെ ഒരു മാർക്കിങ് വരച്ചു കൊടുക്കണം. ആ ഫോൾഡിങ് നമ്മുടെ സൈഡിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മടക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. കാരണം മറ്റേ വശമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ ഫോൾഡിങ് വരുന്നിടത്തുനിന്ന് ഒരു 3/4 ഇഞ്ച് ഇൻസൈഡ് ലെങ്തിൽ ക്രോച്ചിൻ്റെ ലെങ്തിൽ വരച്ചിരിക്കുന്ന ആ ലൈനിൽ മാറ്റി മുന്നോട്ടേക്ക് മാറ്റി വരച്ചു കൊടുക്കാം. അതിന് ശേഷം ആ പോയിന്റിൽ നിന്നും നമ്മൾ ക്രോച്ചിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ 12 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അത് നമ്മൾ നീട്ടി മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ തയ്യൽ തുമ്പോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. പകരം തയ്യൽ തുമ്പും ലൂസും എല്ലാം നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബാക്ക് പോർഷനിലേക്കാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ടോട്ടൽ വിഡ്ത്ത് എത്ര ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ 13.4 വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ആ 3/4 ഇഞ്ച് വരച്ചു, അവിടെ നിന്ന് നമ്മൾ 12 ഇഞ്ച് മുന്നോട്ട് മാറ്റി വരച്ചു. അതായത് 3/4 ഇഞ്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റാണ് ഈ 13.4. ഇനി ഈ 13.4ൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക, അതിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 13.4ൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേനും 6.5 ഒരു പോയിൻറ്റും വരും. ഈ 6.5 ഒരു പോയിൻറ്റ് നമ്മൾ മുകളിലേക്കും താഴേക്കും ഒക്കെ ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സെൻറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ മാർക്കിംഗ് എല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 6.5 ഒരു പോയിൻറ്റും ഇതിങ്ങനെ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് മാർക്ക് ചെയ്ത് സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ എല്ലായിടത്തും മാർക്ക് ചെയ്തിട്ട്, അതായത് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. താഴെ വരേക്കും മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നീ ലെങ്ത്, അതായത് മുട്ടിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇപ്പോൾ ക്രോച്ചിൻ്റെ ലെങ്ത് ഓൾറെഡി നമ്മൾ 13 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആ 13 ഇഞ്ച് അവിടെ പ്ലേസ് ചെയ്തിട്ട് മുട്ടിൻ്റെ ഇറക്കം അത് 21 ഇഞ്ചാണ് ഇവിടെ. അത് നിങ്ങളുടെ എത്രയാണോ
ആ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ മുട്ടിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തെടുത്ത് മുന്നേ പോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിത് ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ കാലിൻ്റെ ഓപ്പൺ വരുന്നിടമില്ലേ, നമ്മൾ ഓൾറെഡി 2.5 ഇഞ്ച് മുകളിലേക്കാക്കി താഴെ വശത്ത് മാർക്ക് ചെയ്തിടാം. അവിടെ നമ്മൾ ഓപ്പണിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് 12 ഇഞ്ചാണ് നമുക്ക് റൗണ്ട് കിട്ടിയിട്ടുള്ളത് മെഷർമെൻറ്റ്. 12 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 6 ഇഞ്ച്, 6 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3 ഇഞ്ച്. ഈ 3 ഇഞ്ചിനെ നമ്മൾ സെൻറ്ററാക്കി പിടിച്ചിട്ട് അപ്പുറേക്കും ഇപ്പുറേക്കും 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആ സെൻറ്റർ വരുന്ന ആ ലൈനിൻ്റെ അവിടെ നമ്മൾ പിടിക്കുക. അതിന് ശേഷം 3 ഇഞ്ച് ഒരു സൈഡിലേക്കും 3 ഇഞ്ച് മറ്റേ സൈഡിലേക്കുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടേപ്പിനെ ആ വിത്തില്ലേ, അതായത് ഇൻസൈഡ് വിത്തിൻ്റെ പോയിൻറ്റിൽ നിന്നും ഓപ്പൺ വരുന്നിടത്തെ ആ പോയിൻറ്റിലേക്ക് ഇതേപോലെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ ആ മുട്ടിൻ്റെ മാർക്കിങ് കൊടുത്തെടുത്ത് ടേപ്പ് വന്ന് നിൽക്കുന്നുണ്ടോ, അവിടെ നമ്മൾ ആദ്യം ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ആ മാർക്കിങ്ങിൽ നിന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് അകത്തോട്ടായിട്ട് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്റർ ലൈന്, ആ സെൻറ്റർ ലൈനിൽ നിന്ന് ഇപ്പോൾ ആ ഉള്ളിലേക്ക് മാർക്ക് ചെയ്തേക്കുന്ന അതുവരേക്കുമുള്ള വിട്ട് എത്രയാണെന്ന് നോക്കുക. അതേ അളവ്, ഇവിടെ 3.25 അതേ അളവ് നമ്മൾ ഇപ്പുറത്തോട്ടും കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് അപ്പുറം ഇപ്പുറം ഒരേപോലെ മാർക്കിങ് വരണം, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സാവകാശം അത് കേട്ടിരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് കൺഫ്യൂഷൻ വരേണ്ട പോർഷനൊന്നും ഇല്ലാതെ. ഇനി നമ്മളുടെ ഹിപ്പ് കർവ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്കെയിലുണ്ടല്ലോ, ഈ സ്കെയിൽ വെച്ച് പാൻറ്റിൻ്റെ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സ്കെയിൽ അല്ലെങ്കിൽ നമ്മൾ പാൻറ്റിന് വേണ്ടിയിട്ട് പ്രത്യേകം വേറൊരു സ്കെയിലും കൂടെ ഉണ്ട്, അതാണേലും മതി. പക്ഷെ കൂടുതലും ഫീമെയിൽ ബോഡിക്ക് ഈ സ്കെയിലാണ് കുറച്ചുകൂടെ സൂട്ടബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഇൻസൈഡ് വിട്ട് മാർക്ക് ചെയ്തില്ലേ സൈഡിൽ നിന്ന്, ആ മാർക്കിങ്ങും ഒപ്പം തന്നെ നമ്മുടെ ആ മുട്ടിൻ്റെ അവിടെ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത ആ മാർക്കിങ്ങും കൂടെ ഒരേപോലെ വരുന്ന പോലെ സ്കെയിലിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം ആ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടോ കറക്റ്റായിട്ട് വന്നില്ലേ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കയറ്റി ഇറക്കി ഒന്ന് നോക്കണം, കറക്റ്റായിട്ട് മേളത്തെയും താഴത്തെയും പോയിൻറ്റുകൾ സ്കെയിലിൽ മുട്ടുന്ന പോലെ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം താഴേക്ക്, അതായത് മുട്ടിൻ്റെ അവിടെ നിന്നും ഓപ്പൺ വരേക്കും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. പക്ഷെ അതിനേക്കാളും എപ്പോഴും നല്ലത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. അതായത് നാരോ പാൻറ്റിൽ അത്രയും ഇങ്ങനെ എന്താ പറയുക, ചെരിവ് വരുത്തണ്ട, അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ടേപ്പ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററൊന്ന് ഞാനിങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അത് ഈ സ്കെയിൽ വെച്ച് കണ്ടോ, മുട്ടിൻ്റെ അവിടുത്തെ മാർക്കിങ്ങും ഓപ്പൺ വരുന്നിടത്തെ മാർക്കിങ്ങും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഷേപ്പിൽ വ്യത്യാസം വരുന്നത് ഈ എന്താ പറയുക, മുട്ട് വരുന്നിടത്ത് ആ പോർഷനിൽ ചെറിയൊരു ഷേപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കത് കൈകൊണ്ട് തന്നെ ഷേപ്പ് വരച്ച് കൊടുക്കാമെന്നുള്ളതേ ഉള്ളേ. കാരണം ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് കർവ് ലൈനിലേക്ക് വരുമ്പോഴത്തേനും ഒരു ചെറിയ ഇത് വരുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ വരച്ച് കൊടുക്കും. ഇനി അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അത് ആ ഷേപ്പിലങ്ങ് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ താഴേക്കുള്ള എല്ലാ മാർക്കിങ്ങും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ ഈ 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തെടുത്തു നിന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ളിടത്തേക്ക് നമ്മൾ ചരിച്ചൊരു മാർക്കിങ് കൊടുക്കണം. നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേനും ചെയ്യുമല്ലോ ചരിച്ചൊരു മാർക്കിങ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്യുമ്പോഴത്തേനും താഴത്തെ ക്ലോത്ത് മുകളിൽ ചിലപ്പോൾ തികയാതെ വരും. അപ്പോൾ നമ്മൾക്കതൊരു വൃത്തികേടായിട്ട് തോന്നും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും താഴെ കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യരുതേ. ഇനി നമ്മൾ മുകളിലത്തെ ഷേപ്പ് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ വിത്തില്ലേ, ഇൻസൈഡ് വിത്ത് അല്ലെങ്കിൽ ക്രോച്ചിൻ്റെ വിത്ത്, അത് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഈ സെയിം സ്കെയിലിനെ ഇതേപോലെ
അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതൊന്ന് മാർക്ക് ചെയ്യുക. ഇതിനകത്ത് പ്രത്യേകിച്ച് മെഷർമെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ സ്കെയിലിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്താൽ മാത്രം മതി. എങ്ങോട്ട് വേണം മാർക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വരച്ച് നിർത്തിയില്ലേ 35 എന്നുള്ള മെഷർമെൻറ്റ്, അതുവരേക്കും നമ്മൾ മാർക്ക് ചെയ്യണേ. ഈ സ്കെയിൽ അത്യാവശ്യം നല്ല യൂസ് ഉള്ളൊരു സ്കെയിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അധികം വിലയൊന്നും വരുന്നില്ല കേട്ടോ ഇതിന്. നമുക്കിത് പാൻറ്റിനാണെങ്കിലും ചുരിദാറിനാണെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്കെയിൽ തന്നെയാണ്. ഇനി നമുക്ക് ക്രോച്ചിൻ്റെ ഷേപ്പ് പ്രോപ്പറായിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഓപ്പോസിറ്റ് സൈഡില്ലേ, അത് നമ്മളിപ്പോൾ ഷേപ്പ് വരച്ചതിൻ്റെ ഓപ്പോസിറ്റിൽ ഏകദേശം ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് ആ ഇൻസൈഡ് വിട്ട് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ മാർക്കിനെ നമ്മൾ സ്ട്രെയിറ്റായിട്ട് മുകളിലേക്ക് വരച്ചു കൊടുക്കുക. മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ ആ ഷേപ്പ് കൊടുക്കാൻ വേണ്ടി, ആ ക്രോച്ചിൻ്റെ ആ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എടുത്ത ശേഷം ഒന്നെങ്കിൽ നമുക്ക് കൈകൊണ്ട് ആ ഷേപ്പ്, ക്രോച്ചിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഫ്രഞ്ച് കർവ് സ്കെയിലുണ്ടല്ലോ, ആം ഹോളൊക്കെ വരയ്ക്കുന്ന സ്കെയിൽ, അത് വെച്ച് മാർക്ക് ചെയ്യാം. സത്യം പറഞ്ഞാൽ അത് വെച്ച് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ മടിച്ചിട്ട് അത് ചെയ്തില്ല. എനിവേസ് നമ്മൾ ആ ഷേപ്പ് കിട്ടുന്ന പോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് പീസിലേക്കുള്ള കട്ടിങ് അല്ലെങ്കിൽ മാർക്കിംഗ് എന്ന് പറയുന്നത്. ആ യെല്ലോ ലൈൻ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ, യുവത്തിൽ കൂടെ തന്നെ നിങ്ങൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിൽ നിന്നും എന്തെല്ലാം വ്യത്യാസം വരുത്തി വേണം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോൾഡ് ചെയ്ത വശമില്ലേ, അതായത് നമ്മൾ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ സൈഡിലേക്കുള്ള ആ പോർഷൻ, അവിടേക്ക് പ്രത്യേകിച്ച് യാതൊരു മാറ്റവും നമുക്ക് ബാക്ക് പോർഷനിൽ മാറ്റി കൊടുക്കേണ്ടതായിട്ടില്ല. പകരം ക്രോച്ച് വരുന്ന സെക്ഷനിലാണ് നമുക്ക് ചേഞ്ചസ് എല്ലാം വരുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. സൈഡിലേക്ക് നിങ്ങൾ എക്സ്ട്രാ ഒന്നും ചെയ്യാൻ പോകരുത് കേട്ടോ. ഓക്കെ, ബാക്ക് പീസിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ ക്രോച്ചിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്നും ഒരു 1/2 ഇഞ്ച് താഴേക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ എക്സ്ട്രാ വിത്ത് നമ്മൾ ബാക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് കാരണം ബാക്ക് പീസ് അല്പം കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഒന്ന് കൂടുതലും ഒന്ന് കുറവായിട്ടായിരിക്കും ഉണ്ടാവുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രോച്ചിൻ്റെ ലെങ്ത് ഒരു 1/2 ഇഞ്ച് താഴേക്കാക്കി മാറ്റി വരച്ച് കൊടുക്കുന്നത്. നിങ്ങൾ അഥവാ അറിയാതെ ഈ സെയിം ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് പ്രശ്നം വരുവേ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടാണ്, നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഫ്രണ്ടിലെ ക്രോച്ച് അവസാനിക്കുന്നിടത്തു നിന്ന് ഒരു 2.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റി എക്സ്ട്രാ മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക ക്രോച്ചിൻ്റെ ഏരിയയിൽ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പോൾ 2.5 ഇഞ്ച് ക്രോച്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മുട്ട് വരുന്നിടത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഓപ്പൺ വരുന്നിടമുണ്ടല്ലോ ഏറ്റവും താഴെ, അവിടെ വേണമെങ്കിൽ ഒരു 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് ഈ ബേസിക് പാൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പലാസോ പാൻറ്റോ, കുറച്ചുകൂടെ ഷേപ്പ് കൊടുത്ത് സിഗരറ്റ് പാൻറ്റോ, അതും അല്ലെങ്കിൽ പലാസോയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ, ഇതെല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫ്രണ്ട് മാർക്ക് ചെയ്യുമ്പോഴത്തേനും ക്രോച്ചിൽ നിന്നും താഴേക്കുള്ള മാർക്കിങ്ങൊക്കെ അത്യാവശ്യം എളുപ്പമാണ്. കാര്യം നമ്മൾ എക്സ്ട്രാ ആവശ്യമുള്ള ലൂസും തയ്യൽ തുമ്പും ആഡ് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ കണ്ടോ, മുട്ടിൽ നിന്നുള്ള മാർക്കിങ്ങും ഓപ്പൺ വരുന്ന മാർക്കിങ്ങും ഞാൻ സ്ട്രൈറ്റ് ലൈനായിട്ട് കൊടുത്തിട്ട് മറ്റേ പോലെ തന്നെ കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇൻസൈഡിൻ്റെ അല്ലെങ്കിൽ ആ ക്രോച്ചിൻ്റെ ആ മാർക്കിങ്ങും ഈ മുട്ടിൻ്റെ അവിടെയൊക്കെയുള്ള മാർക്കിങ്ങും ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മുകളിലത്തെ ആ പോയിൻറ്റും രണ്ടാമത്തെ ആ പോയിൻറ്റും നമ്മൾ സ്കെയിലിൽ അഡ്ജസ്റ്റായി വരുന്ന പോലെ നമ്മൾ സ്കെയിലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി കൊടുത്തിട്ട് എവിടെയാണോ 2 പോയിൻറ്റ് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഷേപ്പ് നമ്മൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ക്രോച്ചിൻ്റെ അവിടെ ഞാൻ എക്സ്ട്രാ വിട്ടായിട്ട് 2.5 അല്ലേ കൊടുത്തത്. നിങ്ങൾ അത്യാവശ്യം വണ്ണമുള്ള ഒരു ശരീരമാണെന്നുണ്ടെങ്കിൽ 3 നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. മുട്ടിൻ്റെ അവിടുത്തെ വണ്ണം നമ്മളിവിടെ
ബോഡി മെഷർമെൻ്റ് എടുത്തതൊന്നും നമ്മളിവിടേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം അത് ഒരല്പം ലൂസായിട്ടുള്ള മെഷർമെൻ്റ് ആയിരിക്കുമല്ലോ നമുക്ക് വേണ്ടിയത്. ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്കത് കിട്ടും. സിഗരറ്റ് പാൻറ്റിലൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ എക്സ്ട്രാ, അതായത് നല്ലോണം കാൽക്കുലേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അത്ര സ്പെസിഫിക് ആയിട്ട് എടുക്കാത്തത് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസിലെ ക്രോച്ചിൻ്റെ ഏരിയ നല്ല ഷേപ്പായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പീസിൽ ആ ക്രോച്ച് വന്ന് അവസാനിക്കുന്നിടം കണ്ടില്ലേ, അതായത് ആ യെല്ലോ മാർക്കിങ്, അവിടെ നിന്നും സ്ട്രെയിറ്റായിട്ട് മുകളിലേക്ക് ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. കാര്യം അവിടെ നിന്നാണല്ലോ നമ്മൾ ബാക്കിലേക്കുള്ള ക്രോച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മുകളിലേക്ക് അത്യാവശ്യം നീട്ടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് താഴത്തെ ആ ഷേപ്പ്, ക്രോച്ചിൻ്റെ ആ ഷേപ്പ് നമുക്ക് കൈകൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കെയിൽ വെച്ചാണെങ്കിലും മാർക്ക് ചെയ്യാം. അത്യാവശ്യം നല്ലപോലെ ഷേപ്പിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നും പറഞ്ഞാൽ ഒരുപാട് അങ്ങ് കുഴിച്ച് അങ്ങനെ ആക്കരുത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് തുണി കുറവാണ്. അതുപോലെ തന്നെ ഈ തേരുവശം ഒന്നും ഈവനല്ല. അതായത് 4 പീസാക്കി മടക്കി ഇട്ടെന്ന് പറഞ്ഞാലും 4 വീതിയും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുകൾ വശത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ മാക്സിമം കിട്ടാവുന്ന ക്ലോത്തേ എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതെന്താ ഈ പറയുന്നതെന്നുള്ള ഇപ്പോൾ മനസ്സിലാക്കി തരാം. അതായത് ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസിൽ ക്രോച്ചിൻ്റെ ലെങ്ത് കൂടുതലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതൊരു മിനിമം 2 to 2.5 വേണം. അത്യാവശ്യം വണ്ണമുള്ള ഒരാളാണെങ്കിൽ അത് നിങ്ങൾക്ക് 3 വരേക്കും കൊടുക്കാം. ബാക്ക് പീസിൽ ക്രോച്ചിൻ്റെ ലെങ്ത് വരുന്നിടത്തുനിന്ന് മുകളിലേക്ക് ഈ പറയുന്ന പോലെ 2, 2.5, 3 വണ്ണം അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്കിങ്ങും ഈ സൈഡത്തെ മാർക്കിങ്ങും കാണുന്നുണ്ടല്ലോ അല്ലേ, ക്രോച്ചിൻ്റെ അവിടെ നിന്ന് സൈഡിലേക്ക് നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഈ ലെങ്ത് വേരിയേഷൻ ഉറപ്പായിട്ടും കൊടുത്തിരിക്കണം. അറിയാതെ താഴേക്കൊന്നും പോയി കട്ട് ചെയ്തേക്കരുത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നമ്മുടെ ഹിപ്പിൻ്റെ ആ ഷേപ്പ് ഉണ്ടല്ലോ, ബട്ടക്സിൻ്റെ ഷേപ്പ്, ആ ഷേപ്പ് കാരണം തന്നെ നമുക്ക് കുറച്ച് ക്ലോത്ത് അവിടെ അത്യാവശ്യമാണ്. ഫ്രണ്ടിലെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് അല്ലേ, ബാക്കിലെന്ന് പറഞ്ഞാൽ കേർവുണ്ട്. അപ്പോൾ ആ കേർവ് കവർ ചെയ്ത് ക്ലോത്ത് നിൽക്കണം. ഫ്രണ്ടിലെ അതേ മെഷർമെൻറ്റ് നമ്മൾ ബാക്കിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പാൻറ്റ് താഴെ ഇരിക്കും ബാക്കിൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ റെഡിമെയ്ഡ്സൊക്കെ എടുത്ത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും, ബാക്കിൽ എപ്പോഴും കൂടുതലായിരിക്കും ക്ലോത്ത്. ചില റെഡിമെയ്ഡ്സിൽ അങ്ങനെ വരാറുമില്ല കേട്ടോ. നിങ്ങൾ ജെൻസിൻ്റെ ഒക്കെ പാൻറ്റ് എടുത്ത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും റെഡിമെയ്ഡ്സ്. അതിലിങ്ങനെ ബാക്ക് എപ്പോഴും കൂടുതലായിരിക്കും. പറയുന്ന ഈ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനും ഫുള്ള് റൗണ്ട് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. ഫ്രണ്ടും ബാക്കും ക്രോച്ചിൻ്റെ ലെങ്ത് വേരിയേഷൻ ഉറപ്പായിട്ടും വരുത്തണം, ഉണ്ടാവും. നിങ്ങളതൊരു മീഡിയം സൈസ് ആണെങ്കിൽ 2, 2.5 കൊടുക്കാം. വണ്ണമുള്ള ആളാണെങ്കിൽ 3 വരെയും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ബാക്ക് പീസ് വേണം കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മളറിയാതെ ഫ്രണ്ട് കട്ട് ചെയ്താൽ ബാക്കും ഫ്രണ്ടും ഒരുപോലെ പോവും. ഫ്രണ്ട് പീസ് മാത്രമേ കിട്ടുള്ളൂ, ബാക്ക് പീസ് പോയി കിട്ടും. നിങ്ങളത് പ്രത്യേകം ഓർത്ത് വെച്ച് നോട്ട് ചെയ്ത് ഒക്കെ കട്ട് ചെയ്യുക. ഇനി അങ്ങനെ പേടിയുണ്ട്, അങ്ങനെ കട്ട് ചെയ്താൽ പ്രശ്നമാകും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ടും ബാക്ക് സെപ്പറേറ്റ് ഇട്ട് കട്ട് ചെയ്യുക. ആദ്യം ഫ്രണ്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ആ ക്ലോത്തിനെ അടുത്ത ക്ലോത്തിൽ വിരിച്ചിട്ടിട്ട് ബാക്ക് മാർക്ക് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കൺഫ്യൂഷൻ ഉണ്ട്, പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്ക് പീസ് എന്ന് പറഞ്ഞാൽ ആ പിങ്ക് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതാണ് ഈ ബാക്ക് പീസ്. ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഈ സൈഡിൽ ഒരു വേരിയേഷനും ഇല്ല, ക്രോച്ചിൻ്റെ അവിടെ മാത്രമേ വേരിയേഷനുള്ളൂ കേട്ടോ. എല്ലാവരും വീഡിയോസൊക്കെ റീസ്റ്റാർട്ട് ചെയ്തതിനകത്ത് ഒരുപാട് കൺഗ്രാറ്റ്സ് ഒക്കെ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. എന്നു പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഇതായിരുന്നു, വീഡിയോസ് ഇടാതെ ഭയങ്കര മടുപ്പായിരുന്നു. പിന്നെ വയ്യാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ചെയ്യാമെന്നും പറഞ്ഞ് വന്ന് നിൽക്കുവാണെങ്കിൽ പോലും എനിക്ക് ശരീരം കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് നാളൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോസിനേക്കാളും നമുക്ക് അന്നമാണല്ലോ ഉന്നം, അതുകൊണ്ട് അവിടെയായിരുന്നു ഞാൻ ഫോക്കസ്, അതായത് വർക്കിലായിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വർക്ക് ഒരുവിധമായപ്പോൾ ശരിക്കും ഞാൻ ബോഡിയിൽ ഭയങ്കര വീക്കായി. പിന്നെ ഞാൻ ഓർത്തു കുറച്ചൊരു ചെറിയ ബ്രേക്ക് വേണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ കുറച്ചൊരു ബ്രേക്ക് എടുത്തതാണേ. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പോർഷൻസൊക്കെ ആണെങ്കിൽ നമുക്ക് ഷോർട്ട് വീഡിയോസ് പോലെയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡെപ്ത് വേണ്ടിയ കാര്യമാണെങ്കിൽ നമുക്കത് ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാവേ. ഓക്കെ, ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ 2 ലെയർ എടുത്ത് മാറ്റണം. അപ്പോൾ നിങ്ങൾ ക്ലോത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ, അതിൻ്റെ ഫ്രണ്ടും ബാക്കും, അതായത് നല്ല വശവും ചീത്ത വശവും നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 2 പീസ് എടുത്ത് മാറ്റുക ബാക്കിലേക്ക് വേണ്ടിയിട്ട്. അതിന് ശേഷം ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് 2 പീസ്, അങ്ങനെയാണ് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം 2 പീസ് എടുത്ത് മാറ്റുക. അതിന് ശേഷം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുക. കേട്ടല്ലോ. ഞാനിവിടെ എനിക്ക് ക്ലോത്ത് അത്യാവശ്യം തികഞ്ഞ 2 പീസുകൾ ബാക്കിലേക്കും തികയാത്തത് ഞാൻ ഫ്രണ്ടിലേക്കുമായിട്ടാണ് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറിയൊരു മാർക്കിങ് ഫ്രണ്ടിലത്തേൻ്റെ നിന്ന് ഉള്ളിലേക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ആ 2 പീസും കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മൾ ആ വേസ്റ്റ് ബാൻഡ് അതിൻ്റെ നീളവും വീതിയും എത്രയാണ് വേണ്ടിയതെന്നുള്ളത്. അപ്പോൾ നീളം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൻറ്റിൽ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഫ്രണ്ട് ബാക്കുമായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. ഇതിൻ്റെ അളവുകൾ എടുക്കുക. നീളം മറ്റേ അരവണ്ണം എത്രയാണോ ഇതിനകത്ത് കിട്ടുന്നതെന്നുള്ളതിൻ്റെ നീളം നമ്മൾ അളന്നെടുക്കുക. അതിന് ശേഷം വീതി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ചാണല്ലോ നമ്മൾ എന്താ പറയുക 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലോത്ത് കവർ ചെയ്ത് നിൽക്കണം. അപ്പോൾ 1.5 3 ഇഞ്ച് പോയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും വരണം. അങ്ങനെ 4 ഇഞ്ച്. അപ്പോൾ 4 ഇഞ്ച് വീതിയിൽ നമ്മൾ മെഷർമെൻ്റ് എടുത്ത നീളത്തിൽ വേണം സ്ട്രെയിറ്റ് ആയിട്ടൊരു പീസിന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങുമായിട്ട്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.